പാലക്കാട് ജനുവരി തൊട്ട് ഉത്സവങ്ങളുടെ മേളമാണ്. ആദ്യം ഞങ്ങളുടെ നാട്ടിൽ കൊല്ലങ്കോട് തുടക്കം കുറിക്കുന്നത് കൊല്ലങ്കോട് ആറാട്ട്. അത് കഴിഞ്ഞ് പിന്നെ വേലകളും പൂരങ്ങളും ഒരുപാട് വേലകളും പൂരങ്ങളും ഉണ്ട്. കുട്ടികളുടെ വെക്കേഷൻ മുഴുവനും വേലയും പൂരവും കണ്ട് അവർക്ക് ആസ്വദിക്കാനായിട്ട് കൊടുത്ത പോലെയാണ്. പാലക്കാട്ടിലെ എല്ലാവരും അറിയപ്പെടുന്നൊരു വേലയാണ് വല്ലങ്ങി നെന്മാറ വേല. അതുപോലെ പാലക്കാട് കുറേ സ്ഥലങ്ങളിൽ ഈ മാരിയമ്മൻ പൂജയുണ്ടാവും. ആ മാരിയമ്മൻ പൂജയാണ് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ളത്. ഭൂമതി ഇറങ്ങുന്നതും താലപ്പൊലിയും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. കൊല്ലങ്കോട് ചീരണി പൊങ്കൽ മഹോത്സവമാണ് ഇപ്പോൾ കാണുന്നത്. ഈ മാരിയമ്മൻ പൂജയെല്ലാം അധികം ആഘോഷിക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാടോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് തോന്നുന്നു ഈ പാലക്കാട്ടിലും അധികം കുറേ സ്ഥലങ്ങളിൽ ഈ മാരിയമ്മൻ പൂജയുണ്ട്. പുലർച്ചെ 4 മണിക്ക് കുളിച്ചൊരുങ്ങി പച്ചമാവ് എന്ന് പറയും, മാവ് കൊണ്ടുണ്ടാക്കി മധുരം ചേർത്തിട്ട് അത് ദേവിക്ക് സമർപ്പിക്കുന്നതാണ് മാരിയമ്മൻ പൂജ. പൊങ്കൽ വയ്ക്കുക എന്നാണ് പറയുന്നത്. അതിൽ മെയിനായിട്ടുള്ളതാണ് ഈ പച്ചമാവ് പൊങ്കൽ. ഇതാണ് തീകുണ്ടത്തിൽ ഇറങ്ങുക അല്ലെങ്കിൽ ഭൂമതി ഇറങ്ങുക പറയും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേർന്നിട്ട് അത് നടന്നാൽ അല്ലെങ്കിൽ അത് നടക്കാനായിട്ട് തീകുണ്ടത്തിൽ ഇങ്ങനെ ഇറങ്ങാമെന്ന് നേർച്ച തരും. എന്നിട്ട് ഈ വർഷം നേർച്ച നേർന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇങ്ങനെ തീകുണ്ടത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങും. ഒരു 10 വർഷത്തിന് മുമ്പ് വരെയും പെൺകുട്ടികളും ആൺകുട്ടികളും എല്ലാവരും ചേർന്നിട്ടായിരുന്നു ഭൂമതി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആർക്ക് വേണമെങ്കിലും ഇറങ്ങാമായിരുന്നു തമിഴ്നാട് പോലെ. പക്ഷെ അതിന് ശേഷം ഒരിക്കൽ പ്രശ്നം വെച്ച് നോക്കിയിട്ട് പറഞ്ഞു പെൺകുട്ടികൾ ഇറങ്ങാൻ പാടില്ല എന്ന്.
ഭൂമതി ഇറങ്ങി എല്ലാം കഴിഞ്ഞ് ദൈവം ഉറഞ്ഞു കഴിഞ്ഞ് ദൈവം പോകാൻ നിൽക്കുന്ന സമയത്ത് ദൈവത്തിന് ആ പരിപാടി നമ്മൾ നടത്തിയതിൽ തൃപ്തിയായോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ദേവി പറയുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞ് തൃപ്തിയായ എല്ലാവർക്കും പ്രസാദം കൊടുത്തിട്ട് ദൈവം മടങ്ങും. അതാണ് ഐതിഹ്യം. നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വല്ല അസുഖമോ അങ്ങനെ എന്തെങ്കിലും പ്രത്യേക രീതിയിൽ വരികയാണെങ്കിലോ ഈ ഉറയുന്ന സമയത്ത് ആ ദൈവത്തിന് അതൃപ്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം, എന്തോ വരുന്നുണ്ട് എന്നുള്ളത്. ഈ വർഷം പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും പറയാതെ ദൈവം സന്തോഷത്തോടെ തന്നെ തിരിച്ചുപോയി. അപ്പോൾ വരുന്ന വർഷം ഒരു പ്രശ്നമില്ലാതെ നമ്മുടെ നാട്ടിൽ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം.